അമേരിക്കയുടെ F-15 F-35 കനത്ത തിരിച്ചടി നൽകാൻ വേണ്ടിയിട്ട് റഷ്യയുടെ ഏറ്റവും പുതിയ സുഖോയ് 57D രണ്ട് പൈലറ്റുമാർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന സുഖോയ് 57D എന്ന് പറയുന്ന എയർക്രാഫ്റ്റിനെ അവര് നിർമ്മിച്ചിരിക്കുകയാണെന്നുള്ള വാർത്തകളാണ് ഇപ്പൊ പുറത്തു വരുന്നത്. അതായത് ഈ ഒരു എയർക്രാഫ്റ്റിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബ്ദത്തിനേക്കാൾ രണ്ടിരട്ടി വേഗതയിലാണ് ഇത് സഞ്ചരിക്കുക എന്നുള്ളതാണ്. ഒരു വായുമണ്ഡലത്തിലൂടെ ഒരു ശബ്ദം സഞ്ചരിക്കുന്നതിന്റെ വേഗത എന്ന് പറയുന്നത് ഏകദേശം 1250 ആ ഒരു റേഞ്ചിലാണ്. അതിന്റെ ഒരു കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ പറയാ അതിന്റെ രണ്ടിരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു എയർക്രാഫ്റ്റിനെ ബിൽഡ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ജോബ്. അപ്പോ അങ്ങനത്തെ ഒരു എയർക്രാഫ്റ്റ് ആണ് സുഖോയ് 57D Su-57D എന്നൊക്കെ പറയുന്നത്. നാറ്റോയും അമേരിക്കയുടെ എയർഫോഴ്സ് ഒക്കെ ഏറ്റവും എനിമി ആയിട്ട് കാണുന്ന, ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് അവരുടെ ഫീൽഡിൽ കാണുന്ന ഒരു എയർക്രാഫ്റ്റ് കൂടെയാണ് റഷ്യയുടെ E-57D എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിനകത്ത് രണ്ട് പൈലറ്റ്മാരാണ് ഇതിനകത്ത് ഉണ്ടാവുക. അപ്പൊ B-2B ബോംബർ ഒക്കെ ഉണ്ട് അമേരിക്കയുടെ. അതിനകത്ത് രണ്ടിൽ കൂടുതൽ പൈലറ്റുമാരൊക്കെ ഇതിനകത്ത് B-2B ബോംബറിനകത്തുണ്ട്. എന്നാ B-2B ബോംബർ പോലെയല്ല, ഇത് കുറച്ചും കൂടെ F-35 കിടപിടിക്കുന്ന രീതിയിലുള്ള എയർക്രാഫ്റ്റ് ആണ്. അപ്പൊ രണ്ട് പൈലറ്റ്മാർ ഇതിനകത്തുണ്ട്. ഒരാള് എയർക്രാഫ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും പിന്നെ ഇതിനകത്ത് രണ്ടാമത്തെ ഒരാൾ എന്ന് പറയുന്നത് വെപ്പൺ സിസ്റ്റങ്ങളെ എന്താ പറയാ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാളും കൂടിയാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇതിനകത്തുള്ള വെപ്പൺസ്, അതിനകത്ത് മിസൈൽ ലോഞ്ചിങ്, അതേപോലെ തന്നെ ഈ പറയുന്ന ഡ്രോണിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ എയർ ടു ഗ്രൗണ്ട് അറ്റാക്ക് മിസൈലിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരാളും കൂടെ ഇതിനകത്ത് എക്സ്ട്രാ വേണ്ടി വരുന്നത്? അതിന് ഒരു കാരണം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞു, മാക് 2 സ്പീഡിൽ ശബ്ദത്തിനേക്കാൾ രണ്ടിരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന എയർക്രാഫ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് സത്യത്തില് ആഫ്റ്റർ ബേണർ ഇല്ലാതെ തന്നെ സൂപ്പർസോണിക് സ്പീഡിനെ ഇതിന് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ എന്താ ആഫ്റ്റർ ബേണർ? സാധാരണ ഒരു എയർക്രാഫ്റ്റ് ഇപ്പൊ ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ചിട്ട് അത് സഞ്ചരിക്കുന്ന സമയത്ത് അത് ഒരിക്കലും ഈ സോണിക് സ്പീഡിലേക്ക് അല്ലെങ്കിൽ സൂപ്പർ സോണിക് സ്പീഡിലോട്ട് അതിന് നോർമൽ കേസിൽ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ പറയുന്ന ഫ്യൂവല് ബേൺ ചെയ്ത് ഈ മറ്റേ ടർബൈൻ കറക്കി ഈ ജെറ്റ് എഞ്ചിന്റെ ആ ഒരു പ്രവർത്തനം തന്നെ. അപ്പൊ അതിനുള്ള ആ ഒരു ത്രസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ഇനീഷ്യൽ ഫേസില് അത്ര ഉണ്ടാവത്തില്ല. സൂപ്പർസോണിക് സ്പീഡിന് അതിന് അച്ചീവ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. അപ്പൊ സൂപ്പർസോണിക് സ്പീഡിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊതുവെ എയർക്രാഫ്റ്റുകൾ ഈ ആഫ്റ്റർ ബേണറിനെ ഉപയോഗിക്കുന്നത്. അതായത് ഫ്യൂവല് കത്തി ത്രസ്റ്റ് ഉണ്ടാക്കി ഈ പറയുന്ന വിമാനം മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ എക്സോസ്റ്റ് ഗ്യാസും പുറത്തു പോകും. ആ ഗ്യാസിലോട്ട് ആ എക്സോസ്റ്റിലോട്ട് വീണ്ടും ഈ പറയുന്ന ഫ്യൂവല് കൊടുത്ത് അവിടെ വീണ്ടും ബേൺ ചെയ്ത് എക്സ്ട്രാ ത്രസ്റ്റ് ഉണ്ടാക്കി ഇതിനെ സൂപ്പർസോണിക് സ്പീഡിലേക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതായത് ഓൾറെഡി ജെറ്റ് എഞ്ചിൻ കത്തിക്കാൻ വേണ്ടിയിട്ട് ഫ്യൂവൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് എക്സോസ്റ്റിൽ വീണ്ടും ഈ പറയുന്ന ഫ്യൂവൽ സ്പ്രേ ചെയ്തിട്ട് കത്തിച്ചിട്ട് വീണ്ടും ഈ പറയുന്ന ത്രസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ട് സമയത്ത് കത്തുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി വളരെ കുറവാണ്. പക്ഷേ ഈ ഒരു എയർക്രാഫ്റ്റിന് ആഫ്റ്റർ ബേണറിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അതില്ലാണ്ട് തന്നെ മാക് 2 സ്പീഡിലേക്ക് സൂപ്പർസോണിക് സ്പീഡിലോട്ട് ഈ സാധനത്തിന് ഇതിന്റെ സ്പീഡ് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് മാത്രമല്ല ഈ എയർക്രാഫ്റ്റിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ത്രസ്റ്റ് വെക്ടറിംഗ് എഞ്ചിൻ എന്നാണ്. അതായത് വളരെ ഷാർപ്പായിട്ടുള്ള ടേൺ, വളരെ ക്വിക്കായിട്ട്, അതായത് ഇപ്പൊ ഒരു ഒരു ആന്റി എയർക്രാഫ്റ്റ് മിസൈല് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന എന്താണ് ബേണിംഗ് ബോൾസ് പോലുള്ള സാധനങ്ങളൊക്കെ എയറിലോട്ട് വിട്ടിട്ടാണ് ഇതിനെ ഡിസ്ട്രാക്ട് ചെയ്തിട്ടാണ് സാധാരണ ഒരു എയർക്രാഫ്റ്റ് രക്ഷപ്പെടുക. അതല്ലാണ്ട് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ഫയർ ബോളുകൾ എയറിലോട്ട് വിടുന്നതിന്റെ കൂടെ തന്നെ വളരെ ക്വിക്കായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ടേൺ ചെയ്യണം. അങ്ങനെ ടേൺ ചെയ്താലും കൂടെ ഇത് രക്ഷപ്പെടത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും മിസൈൽ വന്ന് ഹിറ്റ് ചെയ്യും. അപ്പോ അവിടെയാണ് ഈ പറയുന്ന ത്രസ്റ്റ് വെക്ടറിംഗ് എഞ്ചിൻ എന്നുള്ള ഒരു പരിപാടി ഇത് ഉപയോഗിക്കുന്നത്. അതായത് ഇതിന്റെ എക്സോസ്റ്റ് നേരെ പുറകിലോട്ട് വരികയും ആ എക്സോസ്റ്റ് നേരെ പുറകിന്ന് ഈ വായുവിലേക്ക് പോവുകയാണ് ചെയ്യുക. പക്ഷെ ആ പോകുന്ന പാത്തിനെ, ആ എക്സോസ്റ്റ് പോകുന്ന പാത്തിനെ ഇതിന് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് എക്സോസ്റ്റിനെ അങ്ങനെ വളയ്ക്കാനും തിരിക്കാനും സൈഡിലോട്ടാക്കാനൊക്കെ പറ്റും. അപ്പോ
ഈ വിങ്സ് ഈ പറയുന്ന സാധനം എയർക്രാഫ്റ്റ് തിരിയുന്നതിനോട് കൂടെ തന്നെ എക്സോസ്റ്റും കൂടെ തിരിയുമ്പോൾ ആ ടേൺ കുറച്ചും കൂടെ ഷാർപ്പ് ആവും എന്നുള്ളതാണ്. അപ്പൊ പെട്ടെന്ന് മെനൂവറബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഷാർപ്പാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ പെട്ടെന്ന് ഒരു ടേൺ എടുത്ത് പോകാനൊക്കെ ഈ എയർക്രാഫ്റ്റിന് പറ്റും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് സാധാരണ ജെറ്റ് എഞ്ചിന്റെ എക്സോസ്റ്റ് നേരെ പിന്നിലേക്ക് പോവും. പക്ഷെ ത്രസ്റ്റ് വെക്ടറിംഗ് എഞ്ചിന്റെ നോസിലിന്റെ ഡയറക്ഷൻ മാറ്റാൻ പറ്റും. അതാണ് എക്സാക്ട്ലി വേർഡ്. ആ നോസിലിന്റെ ഡയറക്ഷൻ മാറ്റിയിട്ട് ഇതിന്റെ ടേണിങ് അല്ലെങ്കിൽ ഇതിന്റെ ആ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് കൂട്ടും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഷാർപ്പായിട്ടുള്ള ടേൺസ് എടുക്കാൻ പറ്റും, സഡൻ ആയിട്ട് ആംഗിൾ ചേഞ്ച് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ എക്സ്ട്രീം ആയിട്ടുള്ള മാനൂവറബിലിറ്റി ആണ് ഇതിന് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ സ്ലോ സ്പീഡിൽ പോകുന്ന സമയത്തും എയർക്രാഫ്റ്റിനെ വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും ലോ ആൾട്ടിറ്റ്യൂഡിൽ പറന്നു പോയിട്ട് വേണമെന്നുണ്ടെങ്കിലും എനിമീസിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ലോ ആൾട്ടിറ്റ്യൂഡിൽ സ്പീഡ് കുറഞ്ഞു പോകുന്ന സമയത്തും ഇതിന് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും ഈ പറയുന്ന ഒരു ടെക്നോളജി ഉള്ളത് കൊണ്ടെന്നുള്ളതാണ്. പിന്നെ എനിമി മിസൈലിനെ ഇവേഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോ ഒരു ആന്റി എയർക്രാഫ്റ്റ് മിസൈൽ തൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ താടൊക്കെ തൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഫയർ ബോൾ ഇടുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഷാർപ്പായിട്ട് ടേൺ ചെയ്തിട്ട് അവിടെ നിന്ന് ഇതിനെ എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതും കൂടെ ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഉള്ളത് AESA റഡാർ എന്നുള്ള പറയുന്ന ഒരു സിസ്റ്റം ആണ്. അതായത് റേഡിയോ വേവ്സ് അയച്ച് ഒബ്ജക്റ്റിനെ കണ്ടെത്തുന്ന പരിപാടി. അതായത് ഈ പറയുന്ന സിഗ്നലുകള് വായുവിലോട്ട് അയച്ച് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ തട്ടി തിരിച്ചു വരുന്ന സമയത്ത് ആ റിഫ്ലക്ഷനിലൂടെയാണ് എന്ത് ഒബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ ഏത് എയർക്രാഫ്റ്റ് ആണ്, ഏത് മോഡലാണ് എന്നുള്ളതൊക്കെ ഇതിന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പരിപാടി എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് സ്കാൻ ചെയ്യും. അതായത് ഏത് ഒബ്ജക്റ്റിലാണോ തട്ടുന്നത് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് സ്കാൻ ചെയ്യാനും അതെന്താണെന്നുള്ളത് തിരിച്ചറിയാനും പെട്ടെന്ന് തന്നെ ഇതിൽ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെ ഈ പറയുന്ന ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു റഡാറിന്റെ പ്രത്യേകത മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടാർഗറ്റുകൾ, ഇപ്പൊ 2-3 F-15 അല്ലെങ്കിൽ F-35 ഒക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെ അതിനെ വളരെ ഈസി ആയിട്ട് ഈ മൾട്ടിപ്പിൾ ടാർഗറ്റിനെ ഇതിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ ഇതിന്റെ ഒരു ഗുണമാണ്. മാത്രമല്ല ജാമർ റെസിസ്റ്റൻസ്, അതായത് എയർക്രാഫ്റ്റുകളെ ഈ പറയുന്ന ചില എയർഫീൽഡിലോട്ട് കയറുന്ന സമയത്ത് അതിനെ പ്രവർത്തനരഹിതമാക്കാൻ വേണ്ടിയിട്ട് ജാമറുകൾ യൂസ് ചെയ്യും. ആ ജാമറുകളെ റെസിസ്റ്റ് ചെയ്യാൻ ഈ എയർക്രാഫ്റ്റിന് പറ്റും എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു ഗുണം എന്ന് പറയുന്നത്. ഇനി ഇന്റേണൽ വെപ്പൺസ് ബേ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ ഇവിടെയാണ് സത്യത്തിൽ ഈ രണ്ടാമത്തെ പൈലറ്റിന്റെ ഒക്കെ ഒരു യൂസ് വരുന്നത്. അതായത് ഈ പറയുന്ന എയർക്രാഫ്റ്റിൽ അറ്റാച്ച് ചെയ്തേക്കുന്ന ഈ മിസൈലുകളെ എന്താ പറയാ കറക്റ്റ് ടാർഗറ്റിലോട്ട് എത്തിക്കാൻ പറ്റുന്ന പരിപാടി. ഈ ഇന്റേണൽ വെപ്പൺസ് ബേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ F-15 F-35 നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഈ വിങ്സിന്റെ താഴെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ള രീതിയിലാണ് സാധാരണ നമുക്ക് ഈ വെപ്പൺസിനെ കാണാൻ പറ്റുക. ക്രൂസ് മിസൈൽ ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ എയർ ടു ഗ്രൗണ്ട് മിസൈൽ ആണെങ്കിലൊക്കെ ഈ പറയുന്ന എയർക്രാഫ്റ്റിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് താഴെ ഇങ്ങനെ വെച്ചിരിക്കുന്നതായിട്ടാണ് കാണാം. അപ്പോ ഈ Su-57 സുഖോയ് 57D എന്ന് പറയുന്ന വിമാനം ഓൾറെഡി സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉള്ള വിമാനമാണ്. അതായത് റഡാറുകളിൽ നിന്നുള്ള സിഗ്നലുകളെ അബ്സോർവ് ചെയ്യും അല്ലെങ്കിൽ അതിനെ റിഫ്ലക്ട് ചെയ്യാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന വിമാനങ്ങളെയാണ് സ്റ്റെൽത്ത് കപ്പാസിറ്റി എന്ന് പറയാം. പക്ഷെ ഈ പറയുന്ന മിസൈലുകളും ഇതിനകത്ത് ഉപയോഗിക്കുന്ന ബോംബുകളും ക്രൂസ് മിസൈലുകളൊക്കെ ഈ വിമാനത്തിന്റെ താഴെ വിങ്സിന്റെ അടിയിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റഡാറുകൾ അയക്കുന്ന സിഗ്നല് എയർക്രാഫ്റ്റിൽ തട്ടിക്കഴിഞ്ഞാൽ അത് റിഫ്ലക്ട് ആവാണ്ടിരിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ ഇതിന്റെ താഴെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ പറയുന്ന മിസൈലുകൾ തട്ടിയിട്ടുണ്ടെങ്കിൽ അത് റിഫ്ലക്ട് ആവും. അങ്ങനെ ആ ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യത്തില് ഈ പറയുന്ന ഇന്റേണൽ വെപ്പൺസ് ബേ ഉപയോഗിക്കുന്നത്. അതായത് വിങ്സിന്റെ അടിയിലുള്ള അറകളിലായിട്ടാണ് ഇതിനകത്തുള്ള വെപ്പൺസിനെ സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഒരു തരത്തിലും എക്സ്ട്രാ ഒബ്ജക്റ്റുകൾ ഈ എയർക്രാഫ്റ്റിനെ പുറത്തുണ്ടാവുകയും അതേപോലെ തന്നെ സ്റ്റെൽത്ത് കപ്പാസിറ്റിനെ ഇല്ലാണ്ടാക്കുന്ന രീതിയിലുള്ള മെറ്റീരിയലുകൾ ഈ പറയുന്ന എയർക്രാഫ്റ്റിന്റെ പുറത്ത് എവിടെയില്ല. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇന്റേണലി കൊടുക്കുന്നത്. അപ്പൊ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ആ ബേന്റെ ഉള്ളിൽ നിന്ന് ഈ സാധനം ഇറങ്ങി വരും, അതേപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യും. അതിന്റെ കൂടെ തന്നെ ആ ഒരു ബേ അടഞ്ഞു പോവുകയും കൂടെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ എയർക്രാഫ്റ്റിനകത്ത് ഉള്ളത് എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇന്റേണൽ വെപ്പൺസ് ബേ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റഡാറിന്റെ റിഫ്ലക്ഷനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടികൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഇതിന്റെ ബാക്കി പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്
എക്സ്ട്രീം ആയിട്ടുള്ള മെനൂവറബിലിറ്റി ആണ്. അതായത് പെട്ടെന്ന് തന്നെ വളരെ ക്വിക്ക് ആയിട്ടുള്ള ഷാർപ്പ് ആയിട്ടുള്ള ടേണും ഇത് അതേപോലെ തന്നെ ആംഗിൾ ചേഞ്ച് നടത്താൻ പറ്റും. പവർഫുൾ ആയിട്ടുള്ള രണ്ട് ട്വിൻ എൻജിൻസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ലോങ് റേഞ്ച് മിസൈലുകൾ, എയർക്രാഫ്റ്റ് ടു ഗ്രൗണ്ട് മിസൈലുകൾ ഉപയോഗിക്കുമ്പോൾ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് തന്നെ ടാർഗറ്റിനെ ഫിക്സ് ചെയ്യാനും ആ ടാർഗറ്റിലോട്ട് അറ്റാക്ക് ചെയ്യാനും ഈ എയർക്രാഫ്റ്റിന് പറ്റും എന്നുള്ളതാണ്. ഹൈ സ്പീഡ്, മാക് 2 സ്പീഡാണ്. ശബ്ദം ഞാനിപ്പോ സംസാരിക്കുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന ഒരാൾക്ക് ഇൻസ്റ്റന്റ്ലി എന്റെ ശബ്ദം കേൾക്കാം. പക്ഷെ ഈ ശബ്ദം ട്രാവൽ ചെയ്യുന്നതിനേക്കാൾ സ്പീഡിലാണ് ഈ എയർക്രാഫ്റ്റ് സഞ്ചരിക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ത്രസ്റ്റ് വെക്ടറിങ്, അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെൻസേഴ്സ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ പറയുന്ന എയർക്രാഫ്റ്റിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് അമേരിക്കക്ക് ഭീഷണിയാണ് യഥാർത്ഥത്തിൽ. അമേരിക്കക്കും അതേപോലെ തന്നെ നാറ്റോക്കൊക്കെ വളരെ ഭീഷണിയാണ് ഈ ഒരു എയർക്രാഫ്റ്റ്. കാരണം F-35നേക്കാളും F-15നേക്കാളും എന്താ പറയാ കൂടുതൽ കപ്പാസിറ്റി ഉള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ടെക്നോളജി ഉള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് ഈ പറയുന്ന സുഖോയ് F-57D എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കൂടെയാണ് അവര് സാത്താൻ എന്ന് പറയുന്ന അവരുടെ മിസൈലിനെ അവര് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അന്റാർട്ടിക്കക്ക് മുകളിലൂടെ പോലും സഞ്ചരിച്ചിട്ട് ഈ പറയുന്ന അമേരിക്ക ഹിറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള അത്രയും ടെക്നോളജിയിലോട്ട് അവർ വളർന്നു എന്നുള്ളതും കൂടെ കാണണം. അപ്പൊ അതിന്റെ കൂട്ടത്തില് ഇതിന്റെ ഒക്കെ റിഫ്ലക്ഷൻസ് ഇതേപോലത്തെ എയർക്രാഫ്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ റിസർച്ചിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാവും എന്നുള്ളതും കൂടെ കാണണം എന്നുള്ളതാണ്.